अथ अष्टमोऽध्यायः। अर्जुन उवाच किं तद्ब्रह्म किमध्यात्मम् किं कर्म पुरुषोत्तमा अधिभूतं च किं प्रोक्तम् अधिदैवं किमुच्यते। അർജുനൻ ചോദിച്ചു, ഹേ പുരുഷോത്തമ, എന്താണ് ബ്രഹ്മം? ആത്മാവെന്നാലെന്ത്? ഫലോദ്ദിഷ്ട കർമ്മമെന്നാലെന്ത്? ഭൗതിക പ്രപഞ്ചമെന്നും ദേവന്മാരെന്നും പറയപ്പെടുന്നവ എന്താണ്? അധിയജ്ഞഃ കഥം കോത്ര ദേഹേസ്മിൻ മധുസൂദന പ്രയാണകാലേ ച കഥം ജ്ഞേയോസി നിയതാത്മഭിഃ। മധുസൂദന, ആരാണ് യജ്ഞദേവത? ഈ ശരീരത്തിൽ അദ്ദേഹം എങ്ങനെ കുടികൊള്ളുന്നു? ഭക്തിയുത സേവന നിരതരായവർക്ക് മരണവേളയിൽ അങ്ങയെ എങ്ങനെ അറിയാൻ കഴിയും? ശ്രീഭഗവാനുവാച അക്ഷരം ബ്രഹ്മ പരമം സ്വഭാവോധ്യാത്മം ഉച്യത്തെ ഭൂതഭാവോദ്ഭവകരോ വിസർഗഃ കർമ്മ സംജ്ഞിതഃ। ശ്രീ ഭഗവാൻ പറഞ്ഞു, അവിനാശിയും അതീന്ദ്രിയനുമായ ആത്മാവത്രേ ബ്രഹ്മം. ബ്രഹ്മത്തിന്റെ ശാശ്വത പ്രകൃതി ആധ്യാത്മമെന്ന് പറയപ്പെടുന്നു. ജീവാത്മാക്കളുടെ ഭൗതിക ശരീരത്തിന്റെ വികാസത്തിനു വേണ്ടുന്ന പ്രവർത്തനങ്ങളാണ് കാമ്യകർമ്മങ്ങൾ. അധിഭൂതം ക്ഷരോ ഭാവഃ പുരുഷശ്ചാധിദൈവതം അധിയജ്ഞോഹം ഏവാത്ര ദേഹേ ദേഹഭൃതാം വര। ഹേ ശരീരം കൈക്കൊണ്ടവരിൽ ശ്രേഷ്ഠനായവനെ, എപ്പോഴും മാറിക്കൊണ്ടിരിക്കുന്ന ഭൗതിക പ്രകൃതിയാണ് അധിഭൂതം. സൂര്യനെയും ചന്ദ്രനെയും ദേവന്മാരെയും ഉൾക്കൊള്ളുന്ന ഭഗവാന്റെ വിശ്വരൂപം അധിദൈവമെന്നും സകല ശരീരങ്ങളുടെയും ഹൃദയത്തിൽ വാണരുളുന്ന പരമാത്മാവായ ഞാൻ അധിയജ്ഞനെന്നും അറിയപ്പെടുന്നു. അന്തകാലേ ച മാമേവ സ്മരൻ മുക്ത്വാ കലേവരം യഃ പ്രയാതി സ മദ്ഭാവം യാതി നാസ്ത്യത്ര സംശയഃ। മരണസമയത്ത് എന്നെ തന്നെ സ്മരിച്ചുകൊണ്ട് ശരീരം ത്യജിക്കുന്നവൻ എന്റെ ഭാവത്തെ ഉടൻ തന്നെ പ്രാപിക്കുമെന്നതിന് സംശയമില്ല. യം യം വാപി സ്മരൻ ഭാവം ത്യജത്യന്തേ കലേവരം തം തമേവൈതി കൗന്തേയ സദാ തദ്ഭാവ ഭാവിതഃ। എന്തിനെക്കുറിച്ചാണോ മരണവേളയിൽ ഒരാൾ സ്മരിക്കുന്നത്, ഹേ കുന്തിപുത്ര, അയാൾ തീർച്ചയായും അതിനെ പ്രാപിക്കും. തസ്മാത് സർവേഷു കാലേഷു മാമനുസ്മര യുധ്യജ മയ്യർപ്പിത മനോബുദ്ധിഃ മാമേ വൈഷ്യസി അസംശയം। അതിനാൽ അർജുന, ശ്രീകൃഷ്ണ രൂപത്തിൽ
എന്നെ നീ എപ്പോഴും ഓർമ്മിക്കുക. അതോടൊപ്പം തന്റെ നിയതകർമ്മമായ യുദ്ധം നിർവഹിക്കുകയും ചെയ്യുക. സ്വകർമ്മങ്ങളെല്ലാം എനിക്കായി അർപ്പിച്ചും മനോബുദ്ധികൾ എന്നിൽ ഉറപ്പിച്ചുമിരുന്നാൽ നീ എന്നെ പ്രാപിക്കും, സംശയമില്ല. അഭ്യാസയോഗയുക്തേന ചേതസാ നാന്യഗാമിനാ പരമം പുരുഷം ദിവ്യം യാതി പാർത്ഥാനുചിന്തയൻ. എന്നെ പരമദിവ്യോത്തമ പുരുഷനായി ആരാണോ ധ്യാനിക്കുന്നത്, ആരാണോ മാർഗത്തിൽ നിന്ന് വ്യതിചലിക്കാതെ തുടർച്ചയായി എന്നെ മനസ്സിൽ സ്മരിക്കുന്നത്, അല്ലയോ പാർത്ഥ, അയാൾ നിശ്ചയമായും എന്നെ പ്രാപിക്കും. കവിം പുരാണം അനുശാസിതാരം അണോരണീയാംസം അനുസ്മരേദ്യഃ സർവസ്യ ധാതാരം അചിന്ത്യരൂപം ആദിത്യവർണം തമസഃ പരസ്താത്. സർവജ്ഞനും ആദിപുരുഷനും സർവനിയന്താവും അണുവിനേക്കാൾ ചെറുതും സകലതിന്റെയും പരിപാലകനും ഭൗതികാനുമാനങ്ങൾക്കതീതനും അചിന്ത്യരൂപനും ഭൗതിക പ്രകൃതിക്കതീതനും ആദിത്യ തേജസ്വീയമായ വ്യക്തി എന്ന നിലയിലാണ് ഭഗവാനെ ധ്യാനിക്കേണ്ടത്. ദിവ്യനും ഭൗതിക പ്രകൃതിക്കതീതനുമാണ് അവിടുന്ന്. പ്രയാണകാലേ മനസാചലേന ഭക്ത്യാ യുക്തോ യോഗബലേന ചൈവ ഭ്രുവോർമധ്യേ പ്രാണമാവേശ്യ സമ്യക് സതം പരം പുരുഷമുപൈതി ദിവ്യം. മരണസമയത്ത് യോഗനിഷ്ഠ പൂണ്ട് സ്ഥിരമനസ്കനായി പരിപൂർണ ഭക്തിയോടെ ഭൂമധ്യത്തിൽ പ്രാണവായുവിനെ ഉറപ്പിച്ചുകൊണ്ട് ഭഗവത് സ്മരണ ചെയ്യുന്നവൻ തീർച്ചയായും പരപുരുഷനെ പ്രാപിക്കും. യദക്ഷരം വേദവിദോ വദന്തി വിശന്തി യദ്യതയോ വീതരാഗാഃ യദിച്ഛന്തോ ബ്രഹ്മചര്യം ചരന്തി തത്തേ പദം സംഗ്രഹേണ പ്രവക്ഷ്യേ. വേദപഠനം ചെയ്തവരും ഓങ്കാരമുരുവിടുന്നവരും സന്യാസി വര്യന്മാരും ഏത് ബ്രഹ്മപദം പോകുന്നുവോ, ഏത് പരിപൂർണതയെ ആഗ്രഹിച്ച് ബ്രഹ്മചര്യം സ്വീകരിക്കുന്നുവോ, മോക്ഷപ്രാപ്തിക്ക് കാരണമായ ഈ പ്രക്രിയയെ ഇനി ഞാൻ വിവരിച്ചു തരാം. സർവദ്വാരാണി സംയമ്യ മനോ ഹൃദി നിരുധ്യ ച മൂർധ്യാധായാത്മനഃ പ്രാണം ആസ്ഥിതോ യോഗധാരണാം. ഇവിടെ പറഞ്ഞ പ്രകാരം യോഗം പരിശീലിക്കണമെങ്കിൽ ആദ്യമായി വേണ്ടത് ഇന്ദ്രിയങ്ങളുടെ കഥകടയ്ക്കുകയാണ്. ഇപ്രകാരം ഇന്ദ്രിയങ്ങളെ സംയമിച്ച് മനസ്സിനെ ഹൃദയത്തിൽ ഏകാഗ്രമാക്കുകയും പ്രാണവായുവിനെ മൂർധാവിൽ സ്ഥിരീകരിക്കുകയും ചെയ്താൽ യോഗസ്ഥനാകാം. ഓമിത്യേകാക്ഷരം ബ്രഹ്മ വ്യാകരൻ മാം അനുസ്മരൻ യഃ പ്രയാതി ത്യജൻ ദേഹം സ യാതി പരമാം ഗതിം. ഇങ്ങനെ യോഗസ്ഥനായി ഓം എന്ന ഉത്തമമായ വിശുദ്ധാക്ഷര സംയോഗം ഉച്ചരിച്ചുകൊണ്ടും പരമദിവ്യോത്തമ പുരുഷനെ സ്മരിച്ചുകൊണ്ടും ശരീരം ത്യജിക്കുന്നവൻ ആധ്യാത്മിക ലോകങ്ങളിലെത്തും, സംശയമില്ല. അനന്യചേതാഃ സതതം
യോ മാം സ്മരതി നിത്യശഃ തസ്യാഹം സുലഭഃ പാർത്ഥ നിത്യയുക്തസ്യ യോഗിനഃ. അല്ലയോ പാർത്ഥ, നിരന്തരമായ ഭക്തിയുത സേവനം മൂലം സ്ഥിരചിത്തതയോടെ എന്നെ എപ്പോഴും സ്മരിക്കുന്ന യോഗനിഷ്ഠന് ഞാൻ സുപ്രാപ്യനാണ്. മാമുപേത്യ പുനർജന്മ ദുഃഖാലയം അശാശ്വതം നാപ്നുവന്തി മഹാത്മാനഃ സംസിദ്ധിം പരമാം ഗതാഃ. ഭക്തിയോഗം കൊണ്ട് എന്നെ പ്രാപിച്ച മഹാത്മാക്കൾ പരിപൂർണത നേടിയവരാകയാൽ പിന്നീട് ദുഃഖപൂർണവും അസ്ഥിരവുമായ ഈ ലോകത്തിലേക്ക് തിരിച്ചു വരുന്നില്ല. ആ ബ്രഹ്മഭുവനാലോകാഃ പുനരാവർത്തിനോർജുന മാമുപേത്യ തു കൗന്തേയ പുനർജന്മ ന വിദ്യതേ. ഭൗതിക ലോകത്തിൽ സർവോന്നതമായ ഗ്രഹം മുതൽക്ക് ഏറ്റവും അധമമായുള്ളതുവരെ ഓരോന്നും ജനന മരണങ്ങൾ ആവർത്തിച്ചുകൊണ്ടേയിരിക്കുന്ന ദുരിതപൂർണമായ സ്ഥലങ്ങളാണ്. കുന്തിപുത്ര, എന്റെ പരമപദത്തിലെത്തിയവനാകട്ടെ പിന്നീട് ജന്മമെടുക്കേണ്ടി വരില്ല. സഹസ്രയുഗ പര്യന്തം അഹര്യദ് ബ്രഹ്മണോ വിദുഃ രാത്രിം യുഗസഹസ്രാന്താം തേ ഹോരാത്രവിദോ ജനാഃ. മനുഷ്യഗണിതപ്രകാരം 1000 യുഗങ്ങൾ വേണം ബ്രഹ്മാവിന്റെ ഒരു ദിവസത്തിന്. രാത്രിക്കും അങ്ങനെ തന്നെ. അവ്യക്താദ്വ്യക്തയഃ സർവാഃ പ്രഭവന്തി അഹരാഗമേ രാത്ര്യാഗമേ പ്രലീയന്തെ തത്രൈവ വ്യക്ത സംജ്ഞകേ. ബ്രഹ്മദിനാരംഭത്തിൽ സർവഭൂതങ്ങളും അവ്യക്തതയിൽ നിന്ന് പ്രത്യക്ഷീഭവിക്കുന്നു. പിന്നീട് രാത്രിയാകുമ്പോൾ അവ അവ്യക്തത്തിൽ തന്നെ വീണ്ടും ലയിക്കുകയും ചെയ്യുന്നു. ഭൂതഗ്രാമഃ സ ഏവായം ഭൂത്വാ ഭൂത്വാ പ്രലീയത്തെ രാത്ര്യാഗമേ അവശഃ പാർത്ഥ പ്രഭവതി അഹരാഗമേ. വീണ്ടും വീണ്ടും ബ്രഹ്മദിനാരംഭത്തോടെ സകല ഭൂതജാലങ്ങളും ഉളവാകുന്നു. ബ്രഹ്മനിശാഗമത്തിൽ അവയെല്ലാം നിസ്സഹായരായി നശിക്കുന്നു. പരഃ തസ്മാത്തു ഭാവോऽന്യോ അവ്യക്തോ വ്യക്താഃ സനാതനഃ യസ്സ സർവേഷു ഭൂതേഷു നശ്യത്സു ന വിനശ്യതി. വ്യക്തവും അവ്യക്തവുമായ ഭൗതിക പ്രകൃതിക്ക് അതീതമായി സനാതനമായ മറ്റൊരു വ്യക്തഭാവമുണ്ട്. സമുത്കൃഷ്ടമായ അതിന് ഒരിക്കലും നാശമില്ല. സർഗാവസാനത്തിലും അത് അതേപോലെ നിലനിൽക്കുന്നു. അവ്യക്തോക്ഷര ഇത്യുക്തഃ തമാഹുഃ പരമാം ഗതിം യം പ്രാപ്യ ന നിവർത്തന്തെ തഥാമ പരമം മമ. വേദാന്തികൾ അവ്യക്തമെന്നും അക്ഷയമെന്നും വിശേഷിപ്പിക്കുന്നതും പരമമായ പ്രാപ്യസ്ഥാനമെന്നറിയപ്പെടുന്നതും ഒരിക്കൽ എത്തിച്ചേർന്നാൽ പിന്നെ മടങ്ങി വരേണ്ടതില്ലാത്തതുമാണ് എന്റെ പരമധാമം.
पुरुषः सपरः पार्थ भक्त्या लभ्यः त्वनन्यया यस्यान्तस्थानि भूतानि येन सर्वम् इदं ततम्. ശുദ്ധമായ ഭക്തി കൊണ്ട് മാത്രം പ്രാപ്യനാണ് സർവരിലും മഹത്തമനായ ആ പരമദിവ്യോത്തമ പുരുഷൻ. സ്വധാമസ്ഥനെങ്കിലും സർവവ്യാപിയും സർവത്തെയും ഉൾക്കൊള്ളുന്നവനുമാണ് അദ്ദേഹം. യത്ര കാലേ ത്വനാവൃത്തിം ആവൃത്തിം ചൈവ യോഗിനഃ പ്രയാതയാന്തി തം കാലം വക്ഷ്യാമി ഭരതർഷഭ. ഹേ ഭരതശ്രേഷ്ഠ, ഏതേത് കാലങ്ങളിൽ ദേഹത്യാഗം ചെയ്യുന്ന യോഗിക്ക് പുനർജന്മം വേണ്ടിവരില്ല എന്നും ഏതേത് കാലങ്ങളിലായാൽ വീണ്ടും ജനിക്കണമെന്നുള്ളത് ഇനി നിന്നോട് പറഞ്ഞു തരാം. അഗ്നിഹി ജ്യോതിഹി അഹഃ ശുക്ലഃ ഷണ്മാസാ ഉത്തരായണം തത്ര പ്രയാതാ ഗച്ഛന്തി ബ്രഹ്മ ബ്രഹ്മവിദോ ജനാഃ. അഗ്നിയുടെയോ ജ്യോതിസിന്റെയോ സാന്നിധ്യത്തിലോ പകലുള്ള ശുഭമുഹൂർത്തത്തിലോ ശുക്ലപക്ഷത്തിലോ ഉത്തരായണ കാലത്തോ ഇഹലോകം വിടുന്ന ബ്രഹ്മജ്ഞാനി ഭഗവാനെ പ്രാപിക്കും. ധൂമോ രാത്രിഃ തഥാ കൃഷ്ണഃ ഷണ്മാസാ ദക്ഷിണായനം തത്ര ചാന്ദ്രമസം ജ്യോതിഃ യോഗി പ്രാപ്യ നിവർത്തത്തെ. ധൂമസാന്നിധ്യം, രാത്രി, കൃഷ്ണപക്ഷം, ദക്ഷിണായനം എന്നീ സമയങ്ങളിൽ മരിക്കുന്ന യോഗി ചന്ദ്രലോകം പോകുന്നു. അയാൾ വീണ്ടും ഭൂമിയിൽ ജനിക്കുന്നു. ശുക്ലകൃഷ്ണേ ഗതിഖ്യേതേ ജഗതഃ ശാശ്വതേ മതേ ഏകയാ യാതി അനാവൃത്തിം അന്യയാ വർത്തതേ പുനഃ. ഭൂമിയിൽ നിന്ന് പോകുവാൻ രണ്ട് മാർഗങ്ങളാണുള്ളതെന്ന് വേദങ്ങൾ ഘോഷിക്കുന്നു. ഒന്ന് പ്രകാശത്തിലും മറ്റൊന്ന് അന്ധകാരത്തിലും. വെളിച്ചത്തിലൂടെ പോയവർ തിരിച്ചു വരാറില്ല. ഇരുട്ടിലൂടെ പോയവർക്ക് മടങ്ങി വന്നേ കഴിയൂ. നൈതേ ശ്രുതി പാർത്ഥ ജാനൻ യോഗി മുഹ്യതി കശ്ചന തസ്മാത് സർവേഷു കാലേഷു യോഗയുക്തോ ഭവാർജുന. ഈ രണ്ട് വഴികളെയും കുറിച്ചറിഞ്ഞിട്ടും ഭക്തൻ സംഭ്രമിക്കുന്നില്ല. അതിനാൽ അർജുന, എല്ലായ്പ്പോഴും ഭക്തിയിൽ ഉറച്ചു നിൽക്കുക. വേദേഷു യജ്ഞേഷു തപസ്സു ചൈവ ദാനേഷു യത് പുണ്യഫലം പ്രതിഷ്ഠം അത്യേതി തത്സർവം ഇദം വിദിത്വാ യോഗി പരം സ്ഥാനം ഉപൈതി ചാദ്യം. ഭക്തിമാർഗം സ്വീകരിച്ചതുകൊണ്ട് വേദപഠനം, യജ്ഞാചരണം, ദാനം, കാമ്യകർമ്മങ്ങൾ എന്നിവയാൽ നേടാവുന്ന പുണ്യങ്ങളൊന്നും മനുഷ്യന് നഷ്ടപ്പെടുന്നില്ല. ഭഗവത് സേവനം കൊണ്ട് തന്നെ മേൽപ്പറഞ്ഞ പുണ്യഫലങ്ങളെല്ലാം ഭക്തന് ലഭിക്കുന്നു. കൂടാതെ അവസാനം അയാൾ സനാതനമായ പരമധാമത്തിലെത്തുകയും ചെയ്യും. ഓം തത്സദിതി ശ്രീമദ്ഭഗവദ്ഗീതാസു ഉപനിഷത്സു ബ്രഹ്മവിദ്യായാം യോഗശാസ്ത്രേ ശ്രീകൃഷ്ണാർജുന സംവാദേ അക്ഷരബ്രഹ്മയോഗോ നാമ
अष्टमोऽध्यायः।